ക്ലാസ് 3 EVS 2024-25 ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആക്ടിവിറ്റി 1, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിയേച്ചേഴ്സ്. ഐഡൻറ്റിഫൈ ദി ക്രിയേച്ചേഴ്സ് ബൈ ഒബ്സർവിങ് ദി ഗിവൺ ബോഡി പാർട്സ്. അപ്പോൾ ഇവിടെ ഒരു ബോഡി പാർട്ട് തന്നിട്ടുണ്ട്. ഇത് ഏത് ജീവിയുടെ, ഏത് ക്രിയേച്ചറിൻ്റെ ലെഗാണ്? എലിഫൻ്റ്, ആനയുടേതാണ്. ഇത് ഇതിൻ്റെ ഡക്ക്, താറാവിൻ്റേതാണ്. അപ്പോൾ താറാവിൻ്റെ കാലിലെ ഡക്ക്, എലിഫൻ്റ് എന്ന് ഇവിടെ എഴുതുക. ബി ക്വസ്റ്റ്യൻ, അറേഞ്ച് ദി ഫോളോവിങ് ക്രിയേച്ചേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദർ സൈസ്. അവയുടെ സൈസിനനുസരിച്ചില്ലേ, എന്തിൻ്റെ ബേസിസിലാണ്? സൈസ്, വലിപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്രിയേച്ചേഴ്സിനെ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഏറ്റവും ചെറുത് അല്ലെങ്കിൽ വലുത്. ഏറ്റവും ചെറുത് ഇതിലേതാണ്? കാമിലിയോൺ അല്ലേ, ഓന്താണ്. അപ്പോൾ ഓന്തിനെ നമുക്ക് ഫസ്റ്റ് എഴുതാം, കാമിലിയോണിനെ. നെക്സ്റ്റ് ഇതിലേതാണ് വലുത്? ഹോസാണോ ഡീറാണോ? റാബിറ്റാണ് അല്ലേ, അതിനേക്കാൾ വലുത്. റാബിറ്റിനേക്കാളും വലുതാണ് എന്ത്? ഡീർ, മാന് അല്ലേ, അതിനേക്കാളും വലുതാണ് ഹോസ്, കുതിര. ഏറ്റവും വലുത് ഏതാണ്? ആനയാണ്, എലിഫൻ്റാണ്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് എഴുതാം അല്ലേ. അതിൻ്റെ സൈസിലെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി. ഇനി അടുത്തത് ഇതിൽ തന്നെ ഒരു സി ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എന്താണ്? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, പറക്കുന്നവ, നടക്കുന്നവ ഒക്കെ എഴുതാനാണ് അല്ലേ. മിത്ര ഹാസ് ലിസ്റ്റഡ് ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സ് ഇൻ ഹെർ EVS ഡയറി. കംപ്ലീറ്റ് ദി ലിസ്റ്റ് ഇൻ ദി ടേബിൾ. അപ്പോൾ മിത്രയെ സഹായിക്കാം നമുക്ക് അല്ലേ. അപ്പോൾ എന്താ? ദോസ് ഹൂ വാക്ക് അല്ലേ, വാക്ക് ചെയ്യുന്ന, നടക്കുന്നവയാണ് ആര്? നമ്മൾ മനുഷ്യന്മാർ, മാന്, റാബിറ്റ്, അതുപോലെ ഡോഗ്, കാറ്റ്, ഏത് വേണമെങ്കിലും നമുക്ക് ഒന്ന് എഴുതാം. ദോസ് ഹൂ ഫ്ലൈ അല്ലേ, പറക്കുന്നവ അല്ലേ, അതായത് ഏതെങ്കിലും ബേഡ്സിനെ എഴുതാം അല്ലേ, ഫ്ലൈ ചെയ്യുന്ന ബേഡ്സ്. ഓൾ, ഫയർ ഫ്ലൈ, അതുപോലെ നമുക്ക് എന്ത് എഴുതാം? പാരറ്റ് അല്ലേ, ഏതെങ്കിലും ബേഡ് അല്ലേ, പറക്കുന്ന ഏത് ബേഡിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്ലൈ എന്നുള്ള ലിസ്റ്റിൽ എഴുതാം. ഡക്ക്, ഡോൾഫിൻ, ഫിഷ്, ഇതൊക്കെ എന്താണ്? വെള്ളത്തിൽ നീന്തുന്നവയാണ് അല്ലേ. ഡക്കൊക്കെ വെള്ളത്തിലുള്ള, ഫിഷൊക്കെ നീന്തുന്നവയാണ്. അപ്പോൾ ദോസ് ഹൂ സ്വിം അല്ലേ, സ്വിം അല്ലേ, നീന്തുന്നവയാണ് ഇതൊക്കെ അല്ലേ. ഫ്ലൈ ചെയ്യുന്നവ, ദോസ് ഹൂ ഫ്ലൈ അല്ലേ. ദോസ് ഹൂ സ്വിം അല്ലേ, നീന്തുന്നവ. ദോസ് ഹൂ ഇതെന്താണ്? ക്രോൾ അല്ലേ, എയ്യുന്നവയാണ് അല്ലേ. സ്നേക്ക്, പാമ്പ്, ഓന്ത്, അരണ അല്ലേ. സ്നേക്കും കാമിലിയോണും ഒക്കെ എന്താണ്? ഇഴയുന്നവയാണ്, ഇങ്ങനെ ക്രോൾ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നവയാണ്. അപ്പോൾ ദോസ് ഹൂ ക്രോൾ എന്ന് എഴുതാം ഹെഡ്ലൈനായിട്ട്. ക്രോൾ ചെയ്യുന്നവയാണ്. ഇത് വാക്ക് ചെയ്യുന്നവ, ഇത് ഫ്ലൈ ചെയ്യുന്നവ, ഇത് സ്വിം ചെയ്യുന്നവ അല്ലേ, നീന്തുന്നവ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ദി പവർ ഓഫ് ക്ലീൻലിനെസ്. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ വ്യക്തി ശുചിത്വം പാലിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു വേർഡ്സ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതായത് വിയർ ക്ലീൻ ഡ്രസ് അല്ലെ, ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. നിങ്ങളെ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. വിയർ ക്ലീൻ ഡ്രസ് അല്ലെ, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നൊന്ന് ഇവിടെ തന്നിട്ടുണ്ട്. വേറെ എന്ത് എഴുതാം? അതുപോലെ ദിവസവും 2 നേരം ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ അല്ലേ, 2 നേരം വെച്ചിട്ട് പല്ല് തേക്കുക. അതുപോലെ കുളിക്കുക അല്ലേ, ടേക്ക് എ ബാത്ത് എവറി ഡേ, എല്ലാ ദിവസവും കുളിക്കുക. അതുപോലെ എന്ത് ചെയ്താം? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേയും ശേഷവും അല്ലേ, ടോയ്ലറ്റ് പോയതിന് ശേഷമൊക്കെ കൈ കഴുകുക. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ ഈറ്റിംഗ് ആൻഡ് ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ്. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക. ബിഫോർ ഈറ്റിംഗ് തിന്നുന്നതിന് മുന്നേയും ആൻഡ് ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ് പോയതിന് ശേഷവും. അപ്പോൾ നിങ്ങളെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്നും കുളിക്കാറുണ്ടോ, എന്നും പല്ല് തേക്കാറുണ്ടോ, അതൊക്കെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ക്ലീൻ ദി സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ് അണ്ടർ ഹൈജീൻ ക്ലബ്. വാട്ട് തിങ്സ് ആർ ടു ബി നോട്ടഡ് ടു കീപ് ഈച്ച് ഏരിയ ക്ലീൻ. ഓരോ ഏരിയയും ക്ലീനായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്കൂൾ സറൗണ്ടിങ്സ് നിങ്ങൾ എന്ത് ചെയ്യും? ക്ലാസ് റൂം ക്ലീൻ ആയിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? കിച്ചണിൽ എന്താണ് ചെയ്യാറ്? വാഷ്റൂം ക്ലീൻ ആവാൻ എന്ത് ചെയ്യും എന്നൊക്കെയാണ് ചോദിച്ചത്. ആദ്യത്തേത് സ്കൂൾ സറൗണ്ടിങ്സിലെ, സ്കൂളിൻ്റെ ചുറ്റുപാട് വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ഡസ്റ്റ്ബിൻസ് ഫോർ വേസ്റ്റൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടി ഡസ്റ്റ്ബിൻസ് യൂസ് ചെയ്യാം. യൂസ് ഡസ്റ്റ്ബിൻസ് ഫോർ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഡസ്റ്റ്ബിന്ന് അല്ലേ, വേസ്റ്റ് ഇടുന്ന പാത്രം യൂസ് ചെയ്ത് ക്ലീനായിട്ട് സൂക്ഷിക്കാം. ക്ലാസ് റൂം ക്ലീൻ ആവാൻ ഡു നോട്ട് ത്രോ പേപ്പർ ഓർ വേസ്റ്റ് ഓൺ ദി ഫ്ലോറിൽ പേപ്പറും വേസ്റ്റൊന്നും വലിച്ചെറിയാതിരിക്കാം. നമ്മുടെ കിച്ചൺ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലീൻ ദി യൂട്ടൻസിൽസ് ആഫ്റ്റർ യൂസ് ചെയ്തതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. വാഷ്റൂം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂസിന് ശേഷം ഫ്ലഷ് അടിക്കുക അല്ലേ, ഫ്ലഷ് ദി ടോയ്ലറ്റ് ആഫ്റ്റർ യൂസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, റെയിൻ. Question A. Sanu and his friends recorded the amount of rain on various days
യൂസിങ് എ റെയിൻ ഗാജ് ഉപയോഗിച്ചിട്ട് കുറേ ദിവസത്തെ മഴ അല്ലെ റെയിൻ്റെ എമൗണ്ട് എത്ര ഉണ്ടെന്ന് അവർ റെക്കോർഡ് ചെയ്ത് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് അല്ലെ. 11-ാം തീയതി എത്ര മഴ ലഭിച്ചു. എക്സാമിൻ ദി ടേബിൾ ദേ ഹാവ് പ്രിപ്പയർഡ് ആൻഡ് ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഈ ടേബിൾ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനാണ്. വിച്ച് ഡേ ഹാഡ് ദി ഹയസ്റ്റ് റെയിൻഫാൾ, ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് റെയിൻഫാൾ ലഭിച്ചത്. ഹൈ എന്ന് പറഞ്ഞാൽ കൂടുതൽ, ഏറ്റവും കൂടുതൽ. ഇത് 10 സെൻറ്റിമീറ്റർ, 10 അല്ലേ വലുത്, അപ്പോൾ 15 15-നാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്, റെയിൻ ലഭിച്ചത്. ഓരോ ഡേറ്റും തന്നിട്ടുണ്ട്. റെയിൻ റിസീവ്ഡ് അല്ലേ, റെയിൻ റിസീവ്ഡിൽ എത്രത്തോളം റെയിൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. 4 സെൻറ്റിമീറ്ററാണ് 11-ന് കിട്ടിയത്, 12-ന് 3 സെൻറ്റിമീറ്റർ. ഓരോ ദിവസവും എത്ര അളവ് കിട്ടിയിട്ടുണ്ട് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേയ്സ് ഹാഡ് ദി സെയിം എമൗണ്ട് ഓഫ് റെയിൻഫാൾ. സെയിം എമൗണ്ട് ഓരോ ദിവസവും അല്ലേ. ഏതൊക്കെ 2 ദിവസങ്ങളാണ് ഇവിടെ 4 സെൻറ്റിമീറ്റർ 11-നും അതുപോലെ 4 സെൻറ്റിമീറ്റർ തന്നെ 4 സെൻറ്റിമീറ്റർ 16-നും. ഈ 2 ദിവസങ്ങളിൽ 11-നും 16-നും എന്താണ്, രണ്ടും സെയിം എമൗണ്ട് ഓഫ് റെയിൻ ആണ് ലഭിച്ചത്. 2 4 അല്ലേ, സെയിം ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേ ഹാഡ് ദി ലോവസ്റ്റ് റെയിൻഫാൾ. ഏറ്റവും കുറവ്, ഇതിലേതാണ് ഏറ്റവും ചെറുത്. 3 സെൻറ്റിമീറ്റർ കിട്ടിയത് എന്നാണ്, 12-നാണ് അല്ലേ. 12-നാണ് ഏറ്റവും കുറവ്, 3 സെൻറ്റിമീറ്റർ മഴ ലഭിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ചേഞ്ചസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ എ റെയിൻഫാൾ. റെയിൻ പെയ്തതിന് ശേഷം, മഴ പെയ്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ചുറ്റുപാട്, സറൗണ്ടിങ്സിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക. സ്പ്രിങ്സ് വിൽ ബി ഫോംഡ്, ഉറവകൾ രൂപപ്പെടും അല്ലെ. ഉറവകൾ, ചെറിയ ചെറിയ അരുവികൾ, ഉറവകൾ, അതുപോലെ കിണറുകളൊക്കെ നിറയാൻ തുടങ്ങും അല്ലേ. മഴ പെയ്യുമ്പോൾ കിണറൊക്കെ വെള്ളം നിറയാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ സോയിൽ വെറ്റാവും, നനയും അല്ലേ, മണ്ണ് നനയില്ലേ. അതുപോലെ നമ്മുടെ എയറൊക്കെ ഫ്രഷും കൂളും ആവും. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ ഏരിയാസ് ആൻഡ് ഒക്കുപ്പേഷൻസ്. ക്വസ്റ്റ്യൻ എ, കേരള ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 3 നാച്ചുറൽ റീജിയൻസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ടോപ്പോഗ്രഫി. ടോപ്പോഗ്രഫിനെ ബേസ് ചെയ്തിട്ട് അതനുബന്ധിച്ചിട്ട് നമ്മുടെ കേരളയെ 3 നാച്ചുറൽ റീജിയൻസ് 3 നാച്ചുറൽ റീജിയൻസ് ആക്കി തിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒബ്സർവ് ദി മാപ്പ് ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇത് ഹൈ റേഞ്ച്, ഇത് മിഡ്ലാൻഡ്, ഇത് കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം അല്ലേ. നടുവിലുള്ളത് മിഡ്ലാൻഡ്, ഇത് ഹൈ റേഞ്ച്, മിഡ്ലാൻഡ്, നടുവിലുള്ളത് മിഡ്ലാൻഡ്, ദെൻ കോസ്റ്റൽ റീജിയൻസ്, കോസ്റ്റൽ ഏരിയാസ് എന്ന് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദി ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് റീജിയൻ ഇൻ കേരള ദി ഒക്യുപ്പേഷൻസ് റീജിയൻ ഡിഫർ. കംപ്ലീറ്റ് ദി ടേബിൾ ഐഡൻറ്റിഫൈങ് ദി ടൈപ്പ് ഓഫ് ടോപ്പോഗ്രഫി റിലേറ്റഡ് ടു ദി ഗിവൺ ഒക്യുപ്പേഷൻസ്. ഇപ്പോൾ ഓരോ ഒക്യുപ്പേഷൻസ്, തൊഴിലുകൾ ജോലി തന്നിട്ടുണ്ട് അല്ലേ. ഫിഷിംഗ് എന്ന് പറഞ്ഞ ഒക്യുപ്പേഷൻ, റബ്ബർ ടാപ്പിംഗ്, പ്ലാന്റേഷൻ, ഓരോ ഒക്യുപ്പേഷൻ അത് ഏത് റീജിയൻസിലാണ് അല്ലേ. പ്ലാന്റേഷൻ നടക്കുന്നത് ഹൈ റേഞ്ച് റീജിയൻസിലാണ്. ഫിഷിംഗ് നടക്കുന്നത് എവിടെയാണ്? കോസ്റ്റൽ ഏരിയാസിലാണ് ഫിഷിംഗ് അല്ലേ, മീൻപിടുത്തം നടക്കുന്നത് കോസ്റ്റൽ ഏരിയാസിലാണ്. റബ്ബർ ടാപ്പിംഗ് മിഡ്ലാൻഡിലാണ്, നടുവിലുള്ള മിഡ്ലാൻഡിലാണ് ഇവിടെ എന്ത് നടക്കുന്നത്? റബ്ബർ ടാപ്പിംഗ്. ഓരോ റീജിയൻസ്, ഓരോ ഒക്യുപ്പേഷൻ അനുസരിച്ചുള്ള റീജിയൻസ് ഏതാനാണ് ചോദിച്ചത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, സേഫ് ജേർണി. ക്വസ്റ്റ്യൻ എ, ഒബ്സർവ് ദി പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദി കണ്ടക്സ്റ്റ് ഇൻ വിച്ച് ട്രാഫിക് റൂൾസ് ആർ ഒബെയ്ഡ്. ട്രാഫിക് റൂൾസ് ഇവിടെ ഒബേ ചെയ്തത് കാൽനട യാത്രക്കാർ സീബ്ര ലൈൻ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ ട്രാഫിക് നിയമം ട്രാഫിക് ലൈറ്റ് പാലിച്ചിട്ടുണ്ട്. അങ്ങനെ ട്രാഫിക് റൂൾസ് ഒബേ ചെയ്തിട്ടുള്ള അനുസരിച്ചിട്ടുള്ള 2 സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ എഴുതാം, വെഹിക്കിൾ സ്റ്റോപ്പ് വെൻ ദി ട്രാഫിക് സിഗ്നൽ ഷോസ് റെഡ് ലൈറ്റ് അല്ലേ. റെഡ് ലൈറ്റ് കാണിക്കുമ്പോൾ വെഹിക്കിൾസ് സ്റ്റോപ്പ് ആവുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. സെക്കൻഡ് വൺ നമുക്ക് ഇങ്ങനെ എഴുതാം, കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിങ്ങിലൂടെയാണ് ക്രോസ് ചെയ്യുന്നത് അല്ലേ. പെഡിസ്ട്രിയൻസ്, കാൽനട യാത്രക്കാർ ക്രോസ് ദി റോഡ് ത്രൂ ദി സീബ്ര ക്രോസിങ്ങിലൂടെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ ഓൺ ദി നീഡ് ഓഫ് ഒബേയിങ് ട്രാഫിക് റൂൾസ്. ട്രാഫിക് റൂൾ ഒബേ ചെയ്യുക, അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത, നീഡ്, അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? അനുസരിക്കേണ്ട എന്തിനാണ്? നമ്മൾ ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിലൂടെ ആൾക്കാർ പോകുമ്പോൾ ട്രാഫിക് റൂൾ അനുസരിച്ചാൽ നമുക്ക് ആക്സിഡൻസ് കുറയ്ക്കാം. എല്ലാവരും ലൈറ്റിനനുസരിച്ചിട്ട് വണ്ടിയൊക്കെ നിന്നാൽ വണ്ടി പോകുന്നവർക്കും സേഫാണ്, നടക്കുന്നവർക്കും അത് സേഫാണ് അല്ലേ. വണ്ടിയെല്ലാം നിർത്തേണ്ട സമയത്ത് ലൈറ്റ് കത്തുമ്പോൾ നിർത്തുമ്പോൾ ആൾക്കാർക്ക് നടക്കാം സേഫായിട്ട്. അതുപോലെ വാഹനങ്ങളും ആക്സിഡൻസ് എല്ലാം കുറയ്ക്കാവുന്നതാണ്. ഫസ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്താം, ട്രാഫിക് റൂൾസ് കീപ്പ് അസ് സേഫ് ഓൺ ദി റോഡ്. റോഡിൽ നമ്മൾ സേഫായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, സുരക്ഷിതരാക്കുന്നു. സെക്കൻഡ് വൺ എന്ത് ചെയ്താം, ദേ ഹെൽപ്പ് ടു അവോയ്ഡ് ആക്സിഡൻസ്.
ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. ട്രാഫിക് റൂൾ ഉണ്ടായതുകൊണ്ട് ആക്സിഡൻറ്റ്സ് അല്ലേ, അപകടങ്ങൾ ഒഴിവാകുന്നു. തേർഡ് വൺ, ദേ ഹെൽപ്പ് വെഹിക്കിൾസ് മൂവ് സ്മൂത്ത്ലി ഓൺ ദി റോഡ്. റോഡിലൂടെ വെഹിക്കിൾസിലെ വാഹനങ്ങൾ വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതായത് റോഡിലുള്ള വാഹനങ്ങൾ സേഫായിട്ട് പോകാനും അതുപോലെ റോഡിലുള്ള ആൾക്കാർ സേഫായിട്ട് പോകാനും അല്ലേ, അതുപോലെ ആക്സിഡൻറ്റ്സ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു. നെക്സ്റ്റ് ഇതിൽ തന്നെ സി ക്വസ്റ്റ്യൻ. Put a tick mark against the suitable traffic signal to be placed in front of schools. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ മുന്നിലായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്രാഫിക് സിഗ്നലിന് നേരെ ഒരു ടിക്ക് മാർക്ക് ചെയ്യാനാണ്. സ്കൂളിൻ്റെ മുന്നിൽ ഹോൺ അടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, ഹോൺ അടിക്കരുത്, ക്രോസ് ചെയ്തിട്ടുണ്ട്, ഹോൺ അടിക്കരുത് എന്നുള്ള സിമ്പിൾ നമുക്ക് അവിടെ വെക്കാം. സ്കൂൾ കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് അല്ലേ, അപ്പോൾ ഇത് സ്കൂളിൻ്റെ മുന്നിൽ വെക്കുന്ന 2 ബോർഡുകളാണ്. ഹോസ്പിറ്റലും പെട്രോൾ പമ്പും ഒന്നും സ്കൂളിൻ്റെ മുന്നിൽ വെക്കേണ്ട ആവശ്യമില്ല. Next, activity 6, different types of houses. Match the creatures and their nest by drawing lines. ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ മാച്ച് നെസ്റ്റിന്, അതിൻ്റെ കൂടിന് യോജിപ്പിക്കുക. ക്രിയേച്ചർ അല്ലേ, ക്രോ എന്നുള്ള ക്രിയേച്ചറിൻ്റെ കൂട് ഏതാണ്? കാക്കക്കൂട് അല്ലേ, നെസ്റ്റിലേക്ക് യോജിപ്പിക്കുക. അതുപോലെ ഹണീബി അല്ലേ, ഹണീബി നിങ്ങൾക്കറിയാം, കണ്ടാൽ തന്നെ അറിയാം. ടെർമൈറ്റ്സിൻ്റെ ചെതൽ പുറ്റികൾ അല്ലേ, അപ്പോൾ ഓരോന്നും അതിന് അനുയോജ്യമായിട്ട് യോജിപ്പിക്കുക. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. Different types of houses like a glass house built on pillars, igloo, 3D printed houses are seen now. What are the benefits of constructing such houses? ഇങ്ങനത്തെ ഹൗസുകൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? അതിൻ്റെ ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലാസ് ഹൗസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഗുണങ്ങൾ: അലോ മോർ സൺലൈറ്റ് ടു എൻറ്റർ അല്ലേ, കൂടുതൽ സൺലൈറ്റ് അകത്തേക്ക് കടത്തി വിടുന്നു. ഗ്ലാസ് കൊണ്ടുള്ള വീടുകളാണ് അല്ലേ, അപ്പോൾ സൺലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്നു. സെക്കൻഡ് വൺ, ഇഗ്ലൂ അല്ലേ, നല്ല കോൾഡായിട്ടുള്ള റീജിയനിൽ കാണുന്ന, മഞ്ഞിലൊക്കെ കാണുന്ന വെള്ള ഹൗസിൽ ഇഗ്ലൂ ഹൗസ്, അത് കീപ് പീപ്പിൾ വാം ഇൻ വെരി കോൾഡ് റീജിയൻസ്. ആ തണുപ്പുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നു ഇഗ്ലൂ ഹൗസ്. ദെൻ തേർഡ് വൺ, ഹൗസ് ബിൽഡ് ഓൺ പില്ലാസ് അല്ലേ, പില്ലാസ് തൂണുകളിൽ നിർമ്മിച്ച വീട്. അതായത് പില്ലാസിൻ്റെ മുകളിലാണ് വീടുണ്ടാക്കിയത്, അപ്പോൾ താഴെ പില്ലാസ് തൂണുകളാണ്. അപ്പോൾ ഫ്ലഡ്സിലെ വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ അതിൽ നിന്ന് രക്ഷിക്കുന്നു. പ്രൊട്ടക്ട്സ് ഫ്രം ഫ്ലഡ്സിലെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷ നേടുന്നു. അതുപോലെ വാട്ടർ, അതിൻ്റെ വൈൽഡ് ആനിമൽസിൽ നിന്നും രക്ഷ നേടുന്നു. താഴെ പില്ലാസാണ്, അപ്പോൾ വീട്ടിലുള്ളവർക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ വീടുകൾ ഉണ്ടാക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ, 3D പ്രിൻറ്റഡ് ഹൗസസ്. അതെന്താണ്? നമ്മൾ പെട്ടെന്ന് വളരെ ചിലവ് കുറഞ്ഞുണ്ടാക്കാൻ പറ്റിയ വീടാണ്. അതിൻ്റെ ബെനിഫിറ്റ്സ്, ഗുണങ്ങളാണ് ചോദിച്ചത്. ക്യാൻ ബി ബിൽഡ് ക്വിക്ക്ലി അറ്റ് ലോവർ കോസ്റ്റിൽ വളരെ ചിലവ് കുറഞ്ഞിട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന വീടുകളാണ് 3D പ്രിൻറ്റഡ് ഹൗസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് 2024-25 ആനുവൽ എക്സാമിന് ചോദിച്ചത്. എല്ലാവരും ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കണ്ടിട്ട് നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബാക്കിയുള്ള സബ്ജക്റ്റും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ലഭിക്കുവാനായി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ക്ലാസ് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ ഓരോ വിഷയങ്ങളും ക്ലാസ് 3 ഇംഗ്ലീഷ്, ക്ലാസ് 3 മാത്സ്, അങ്ങനെ ഓരോ പ്ലേലിസ്റ്റിലായിട്ട് അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.